പല അമ്മമാരും പറയുന്നത് കേൾക്കാം അല്ലേ? എൻ്റെ മോന് 10ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ആയിരുന്നു. അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടിക്ക് ഒട്ടും മാർക്ക് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അവൻ ഇപ്പോഴത്തെ നില നോക്കിയേ. എൻ്റെ മോൻ എവിടെ എത്തിയില്ല. പലരും പറയുന്നത് കേൾക്കാം അല്ലേ? ആ കുട്ടിക്ക് എന്തോരം കഴിവുകളായിരുന്നു. അവൻ എവിടെ എത്തേണ്ട ആളായിരുന്നു. പക്ഷെ അവൻ എവിടെയും എത്തിയില്ല എന്നുള്ളത്. കഴിവുകൾ മാത്രം മതിയോ നമുക്ക് ജീവിതത്തിൽ സക്സസ് ആവാൻ? ഒരിക്കലുമല്ല. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് സെൽഫ് ഡിസിപ്ലിൻ ആണ്. പേരൻസ് എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുട്ടികളിൽ ഒരു സെൽഫ് ഡിസിപ്ലിൻ കുട്ടിക്കാലം മുതലേ വളർത്തിയെടുക്കുക എന്നതാണ്. സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ ഒരു ഗോൾ ഉണ്ടാക്കിയെടുക്കുക. ഗോൾ എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ആയിരിക്കാം, ലോങ് ടൈം ആയിരിക്കാം. ആ ഗോൾ അനുസരിച്ചായിരിക്കണം കുട്ടി വളർന്ന് വലുതായി വരേണ്ടത്. അല്ലാതെ എനിക്ക് ഫസ്റ്റ് റാങ്ക് മേടിക്കണം, ഫുൾ എ പ്ലസ് മേടിക്കണം എന്നിങ്ങനെയുള്ള ഗോളുകൾ മാത്രമല്ല വേണ്ടത്. അതിനുശേഷം ആ കുട്ടി എവിടെയും എത്തുന്നില്ല എങ്കിൽ ആ കുട്ടിയിൽ ഒരു ലോങ് ടൈം ഗോൾ നമ്മൾ വളർത്തിയെടുത്തില്ല എന്നതാണ്. എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് വെറും മാർക്കിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. എത്രയോ ഫസ്റ്റ് റാങ്ക് എത്തിയ കുട്ടികളും എത്രയോ സപ്ലികൾ മേടിച്ച കുട്ടികളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ തന്നെ പറയുമല്ലോ, എൻ്റെ സ്കൂളിൽ എത്ര സപ്ലി മേടിച്ച ചെക്കനാണ് ഇപ്പോൾ ആ കമ്പനിയിൽ CEO ആണ് അവൻ. അല്ലെങ്കിൽ അവന് ഇത്രയും വലിയ ബിസിനസ് ചെയ്ത് സക്സസ് ആയി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടല്ലേ, ഞാനൊക്കെ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു, ഞാൻ എവിടെ എത്തിയില്ല, എൻ്റെ കഴിവ് എനിക്ക് ഇത്രയും കഴിവുണ്ടായിട്ട് കഴിവുള്ളവനൊന്നും ഇവിടെ ഒരു കാര്യമില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റ്. നമ്മൾ എവിടെയും എത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ലൈഫിൽ നമ്മളൊരു സെൽഫ് ഡിസിപ്ലിൻ വളർത്തിയെടുത്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മളുടെ ലൈഫിൽ നമ്മൾ ആദ്യം തന്നെ ഒരു ഗോൾ, നമ്മൾക്ക് എന്താണ് ഇഷ്ടം, നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്, എവിടെയാണ് എത്തിച്ചേരേണ്ടത്, എങ്ങനെയൊക്കെയാണ് അത് ചിട്ടപ്പെടുത്തേണ്ടത്, അതിനെന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കണം എന്നിങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് രൂപീകരിച്ചാൽ മാത്രമേ നമ്മുടെ ലൈഫിൽ സക്സസ് ഉണ്ടാവുകയുള്ളൂ.